ഇതാണ് സുരിനാം ചെറി അഥവാ യുജീനിയ യൂണിഫ്ലോറ എന്നാണ് ഈ ചെറിയുടെ പേര്. അപ്പോൾ ഈ ചെറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെ പല കളറിലുള്ള ഫ്രൂട്ടുകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സുരിനാം ചെറിൻ്റെ കായകൾ മൂപ്പ് എത്തുന്നതിന് മുമ്പ് ഒരു പച്ച കളറിലാണ് വരിക. പിന്നീട് അത് ഓറഞ്ച് കളറിലേക്ക് വരും. ഓറഞ്ച് കളറാവും. പച്ച കളർ കഴിഞ്ഞ് പിന്നെ ഓറഞ്ച് കളറാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെഡ് കളറാവും. അപ്പോൾ എന്നിട്ട് പിന്നെ മൂപ്പെത്തി അത് നന്നായിട്ട് മൂത്ത് പഴുക്കാറാവുമ്പോഴാണ് ഒരു ഡാർക്ക് റെഡ്ക്ക് വരിക, ഒരു ഇരുണ്ട കളർക്ക് വരിക. ആ ഒരു സമയത്താണ് ഈ സുരിനാം ചെറി പറിച്ച് നമ്മൾ പൊട്ടിച്ച് കഴിക്കൽ. അപ്പോൾ ഇതിൽ ഈ സുരിനാം ചെറിയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചുവപ്പ് സുരിനാം ചെറി ഉണ്ട്, ബ്ലാക്ക് സുരിനാം ചെറി ഉണ്ട്. അതിൽ ബ്ലാക്ക് സുരിനാം ചെറിയാണ് മധുരമുള്ളത്. ചുവപ്പ് സുരിനാം ചെറി പുളിയാണ്. അപ്പോൾ ഈ പുളികളൊക്കെ ഇഷ്ടം, പുളി ഒക്കെ കഴിക്കാൻ പലർക്കും പലയൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ പുളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ചുവപ്പ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല, പുളിയാണ്. പക്ഷേ ബ്ലാക്ക് ആണ് മധുരമുള്ളത്. അപ്പോൾ മധുരം ഉള്ള സുരിനാം ചെറി വേണമെന്നുള്ളൂ ബ്ലാക്ക് സുരിനാം ചെറിയാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ബ്ലാക്കാണോ ചുവപ്പ് ആണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങുക. പിന്നെ ഇത് നല്ല പുഷായിട്ടാണ് കിടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിലത്തൊക്കെ വെച്ച് വളർന്നതിന് ശേഷം വെട്ടാതെ അതങ്ങനെ പോകുകയാണെങ്കിൽ കുറച്ച് നീണ്ട് നല്ല ഉയരത്തിൽ ബുഷായിട്ട് നിൽക്കും. അല്ല നമ്മൾ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല കുറ്റിയ ചെടി ആയിക്കാണ്ട് നന്നായിട്ട് ബുഷായിട്ട് നിൽക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്യുന്നത് നന്നാവും. അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി കൊടുക്കുന്നത് നല്ലതാണ്, കൂടുതൽ ശിഖരങ്ങൾ വരാനും കൂടുതൽ കായകളൊക്കെ ഉണ്ടാവാനായിട്ട്. പിന്നെ ഇത് ചട്ടിയിലും വെക്കാം, ഡ്രമ്മിൽ വെക്കാം, നിലത്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ചട്ടിയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കായായി കിട്ടും. പിന്നെ 2-2.5 വർഷം കൊണ്ടാണ് പൂക്കുന്നത്. നമ്മൾ നോക്കുന്നതിനനുസരിച്ചും ചിലപ്പോൾ അതിൻ്റെ ഒരു ടൈം വ്യത്യാസം വരും. എന്നാലും നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക് ഇതൊന്നും വെക്കായ നല്ലത്. ഈ ചെറികളുടെ ഐറ്റംസൊക്കെ വെക്കായ നല്ലത്. ആ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല ഇനം പേരകളിപ്പോൾ ഉണ്ട്, അത് വെക്കാം. പിന്നെ 1-2 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ലേർലി പോലുള്ള പ്ലാവിന് ഉണ്ട്, അതൊക്കെ വെക്കാം. പിന്നെ സപ്പോട്ട, റംബൂട്ടാന്, മാങ്കോസ്റ്റിന്, ഇതൊക്കെ നല്ല നല്ല ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ കുഞ്ഞ് സ്ഥലം, കുറച്ച് സ്ഥലം ഉള്ളൂ എന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് ഉപയോഗപ്രദമായ നല്ല നല്ല ഫ്രൂട്ടുകളുണ്ട്, അത് വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഏറെ സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. കാരണം ഒരു സൈഡിൽ ഉണ്ടാവുന്നതും നമുക്ക് ഇടയ്ക്ക് പിന്നെ കഴിക്കാനായിട്ടൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക സ്ഥലം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ അങ്ങനെ വെക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒതുക്കി വളർത്തിയാൽ മതിയാവും. അപ്പോൾ ഒരു കുറ്റിച്ചെടിയായി നിൽക്കും.